ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക്കലി സിവിക്സിലും കേരള ഗവർണൻസിലുള്ള ടോപ്പിക്കാണ്, കോമൺ ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എല്ലാ സ്റ്റേജിലുള്ളവർക്കും ബെനിഫിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റേജ് 2-ലും സ്റ്റേജ് 3-ലുള്ളവർക്ക് എന്താണ് ഈ വരാൻ പോകുന്ന എക്സാമിന് ഈ ടോപ്പിക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ സ്റ്റേജ് 1 കംപ്ലീറ്റ് ചെയ്തവർക്ക് കേരള ഗവർണൻസിൽ ഈ ടോപ്പിക് ഉണ്ട്. ഇനി ഇതിൽ ഞാൻ ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്കിൽ ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ഉണ്ട്. നിങ്ങൾക്കറിയാം കറണ്ട് അഫെയർ എന്താണെന്ന് ഞാൻ പറയാം. ആ കറണ്ട് അഫെയർ എന്തിനാ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ഒരു കഴിഞ്ഞ ഡിസംബർ 2025 അതായത് ഒരു 5 മാസം മുമ്പ് ഡിസംബർ 2025 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിനെ വേറൊരു ആക്ട് കൊണ്ട് റീപ്ലേസ് ചെയ്തു. എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025. അപ്പോൾ നിങ്ങളുടെ പ്രിലിംസിന് ഓൾറെഡി ഡിഗ്രി സ്റ്റേജ് 1-ല് ഈ ഒരു കറണ്ട് അഫെയർ കാരണം ഡയറക്റ്റ്ലി ചോദിച്ചില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഡീസെൻട്രലൈസേഷനും നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതൊരു പൊതുവെ ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ചില കുട്ടികൾക്ക് അത് ഈസി അല്ലാത്ത തോന്നിയ കുട്ടികൾക്ക് ഇന്നത്തെ സെഷൻ, അതായത് നിങ്ങൾ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നന്നായി പഠിച്ചിരുന്നെങ്കിൽ ആ ടോപ്പിക്ക്, ആ ക്വസ്റ്റ്യൻ സ്റ്റേജ് 1-ൽ വന്ന ആ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. നിങ്ങൾ ഈ സ്കീം പഠിച്ചിരുന്നെങ്കിൽ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. ഞാനൊരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം കഴിഞ്ഞ് നമ്മുടെ സ്റ്റേജ് 1-ന്റെ ഒരു തറോ അനാലിസിസ്, PSC എന്താണ് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു തറോ അനാലിസിസ്, എന്താണ് സ്റ്റേജ് 2-ക്കാർക്കും സ്റ്റേജ് 3-ക്കാർക്കും, അതേപോലെ തന്നെ വരാൻ പോകുന്ന മെയിൻസിൻ്റെയും എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, ഏതൊക്കെ തരത്തിലുള്ള കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നെല്ലാം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും അത് കാണുക. അത് കൂടാണ്ട് സിവിക്സിൻ്റെ ഇനിയുള്ള ഈ സ്റ്റേജ് 2-ക്കും സ്റ്റേജ് 3-ക്കും ഇനി ഡിഗ്രി മെയിൻസിലുള്ളവർക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സിവിക്സിൻ്റെ ലാസ്റ്റ് പോർഷൻ എന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ശേഷമുള്ള എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഈ വരും ദിവസങ്ങളിൽ ഇതേപോലെ ലൈവിലൂടെ. പക്ഷെ അതിനു മുമ്പുള്ള സിവിക്സിന്റെ ടോപ്പിക്ക്, അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി മുതൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് PYQ അനാലിസിലൂടെ സിവിക്സിന്റെ ലൈവ് സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 4 hourന്റെ അടുത്തുള്ള ഒരു സെഷനാണ് അത്. PYQ മാത്രമല്ല, എല്ലാ കൺസെപ്റ്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കാണുക. പിന്നെ അതിൽ നിന്നിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ബ്യൂറോക്രസിന്റെയും ക്വസ്റ്റ്യൻസ് ഇനി അതിന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയ ഒന്ന് നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് കവർ ചെയ്തിട്ട് അതും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് നിർബന്ധമായിട്ടും നിങ്ങളത് കാണണം. പ്രത്യേകിച്ച് സ്റ്റേജ് 2-ഉം സ്റ്റേജ് 3-ൽ എക്സാം എഴുതാൻ മുതൽ കാണാത്തവർ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക്, നിങ്ങൾ സിലബസ് ഞാൻ പറഞ്ഞു, ആ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും സിലബസ് കണ്ടിട്ട് വേണം പഠിക്കാൻ. സിലബസ് കണ്ട് അതിൽ നിന്ന് ഇതുവരെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ട് എങ്ങനെയാണ് ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ സിലബസും PYQും കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ആ ഒരു ടോപ്പിക്കിന്റെ ഡെപ്ത്, മീൻസ് ആ PSCക്ക് ആ ടോപ്പിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് തരത്തിലുള്ളതാണ്, എവിടെ നിന്നൊക്കെയാണ് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണ നമ്മളെല്ലാവരും വിചാരിക്കുന്നത്
സാധാരണ കുട്ടികൾ പറയാറുണ്ട്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അല്ലേ, അത് ഞാൻ പഠിച്ചതാണ്. പക്ഷെ അത് അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ അവിടെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെയാണ് കിടക്കുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓൾറെഡി വൊക്കാബ്സ്പീഡിയയുടെ PYQ ബുക്സിൽ ടോപ്പിക് വൈസ് 10th 2021 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 3 വോളിയം ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ, ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അത് ചെയ്യണം, അത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ടോപ്പിക് തുടങ്ങാം. നമ്മൾ തുടങ്ങാൻ പോണ ടോപ്പിക്ക് ആദ്യം അറിഞ്ഞിരിക്കുന്ന സിലബസിൽ പറയുന്ന പേര് ഇതാണ്: നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. ഇതാണ് സിലബസിൽ പറയുന്നത്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ നിങ്ങൾ എങ്ങനെയാണ് ഡിഗ്രി മെയിൻസിന്, ഇപ്പൊ ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾ എങ്ങനെ പഠിച്ചാലും ഒരു മലയാളം, ഇംഗ്ലീഷ്, മാത്സിന്റെ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾ എല്ലാവരും പാസ്സാവും. പക്ഷെ എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികളുണ്ട്, പ്രിലിംസ് പാസ്സാറുണ്ട് പക്ഷെ മെയിൻസ് പാസ്സാറില്ല. അതിന്റെ കാരണം അവരിങ്ങനെയല്ല പഠിക്കണത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് മാത്രമല്ല, നിങ്ങൾ ഇനി ഡിഗ്രി വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസിൽ, അത് നിങ്ങൾ ഏത് മെയിൻസ് എഴുതിക്കോട്ടെ, നിങ്ങൾ പഠിക്കേണ്ട രീതിയാണ് ഞാൻ പറയണത്. എങ്ങനെ പഠിക്കണം, ഇതൊരു എങ്ങനെ മീൻസ് ഞാൻ ചെയ്ത ഒരു സ്റ്റുഡന്റിനെ പോലെയാണ്. ഞാൻ ആദ്യം ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക ചെയ്തത്. ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിൽ നിന്ന് ഇതുവരെ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് മൊത്തം നോക്കി. 2021 മുതൽ 25 വരെയുള്ള 10th ലെവല്, 12th ലെവല്, ഡിഗ്രി ലെവല്, പ്രിലിംസും മെയിൻസിലും വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 85% ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിൽ നിന്നാണ്. അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന സിലബസിൽ നിന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിലും മെയിൻസിലും മറ്റ് എക്സാമിലും ഒക്കെ 80% മേലെ ചോദ്യം ചോദിച്ചത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ്. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അതിന്റെ സ്കീമിൽ നിന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഏരിയ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇനി ഞാൻ ചോദ്യങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ ചോദ്യങ്ങളെല്ലാം കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ റിപ്പീറ്റേറ്റീവ് ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഡെപ്തിലാണ് ചോദ്യങ്ങളെല്ലാം PSC ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ 10th ലെവലിലും 12th ലെവലിലും നമുക്കറിയാം ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ്. അത് ഞാൻ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത്, ഡിഗ്രി ലെവലിൽ എനിക്ക് മലയാളത്തിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. മലയാളത്തിൽ സംസാരിക്കാൻ പറ്റും, പക്ഷെ മലയാളത്തിൽ ചില വേർഡുകൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ മലയാള ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് വരെയും 10th ലെവലിലും 12th ലെവലിലും അതേപോലെ ചോദിച്ചിട്ടുള്ള ഈ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ്, അതേപോലെ ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്, ഓക്കെ ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കേണ്ടത്. അപ്പൊ ചില ടോപ്പിക്കുകൾ ഉണ്ടാവും, അതായത് PSC ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ടോപ്പിക്ക്. അത് നിങ്ങൾ ബോധരേണ്ട. ജസ്റ്റ് ആ സിലബസ് കൺവെൻഷനിൽ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ മതി. പക്ഷെ അത്യാവശ്യം ഡെപ്തിൽ പഠിക്കുക മെയിൻസിന് വേണ്ടിയിട്ട്. പക്ഷെ ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ PSC ഇതുവരെ കഴിഞ്ഞ 5 വർഷമായിട്ട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം കണ്ടിട്ട് വേണം ഈ പ്രാവശ്യത്തെ ഡിഗ്രി മെയിൻസിൽ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും കമ്പനി ബോർഡിന്റെയും അസിസ്റ്റന്റിന്റെയും ഡീറ്റെയിൽസ് വരും ഇതിൽ സ്ലൈഡിൽ ഞാൻ പറയാം. അപ്പോൾ 21-ന് നമ്മൾ കമ്പനി ബോർഡും 25-ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോഴ്സസ് തുടങ്ങുന്നുണ്ട്. നമ്മൾ മാക്സിമം ഈ പുതിയ ടോപ്പിക്കുകളെല്ലാം ഇതേപോലെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന എവിടെ നിന്നാണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ആക്ട് അത് നടപ്പിലാക്കി അതിന്റെ സ്കീം ഇപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് മെയിൻസിൽ നിന്നാണ്.
പക്ഷേ ഇനി സ്റ്റേജ് 2ലും സ്റ്റേജ് 3ലും ഇതൊരു കറണ്ട് അഫയർ ആയതുകൊണ്ട് ഇതും ഈ സ്കീമും അതേപോലെ തന്നെ ഇതിനെ റീപ്ലേസ് ചെയ്ത പുതിയ സ്കീമും എന്താണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ ഗ്രാമീൺ 2025 ആക്ട്, അതും നമുക്ക് അറിഞ്ഞിരിക്കണം. അതും ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ കവർ ചെയ്യാനുള്ള കാരണം ഇത് ഇന്റർ റിലേറ്റഡ് ടോപ്പിക്കാണ്. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പഠിച്ചു കഴിഞ്ഞാൽ വികസിത് ഈ സ്കീം നിങ്ങൾക്ക് എന്താണ്, അതിലൊരു 90% കണ്ടന്റും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയൊരു മാറ്റങ്ങളെ അവർ വരുത്തിയിട്ടുള്ളൂ. അപ്പൊ ആ ചെറിയ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആ മാറ്റങ്ങളിൽ നിന്നായിരിക്കും ചോദ്യം വരിക. എന്ത് മാറ്റമാണ്? അപ്പൊ കമ്പയർ ചെയ്യും ഈ 2005 നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടും വികസിത് ഭാരത് ആക്ടും തമ്മിലുള്ള, ജിറാം ആക്ടും തമ്മിലുള്ള എന്ത് വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്, എന്താണ് സ്റ്റേറ്റ് ഈ പുതിയ ആക്ടിനെ എതിർക്കാനുള്ള കാരണം. അപ്പൊ എന്ത് വേണമെങ്കിലും മെയിൻസിൽ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ ഈ രണ്ട് ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഓൾറെഡി PSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണിത്. അതുകൂടാണ്ട് ഇതൊരു കറണ്ട് അഫെയർ ആയി. കറണ്ട് അഫെയർ ആയപ്പോൾ തന്നെ സ്റ്റേജ് 1 ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഇതിനു മുമ്പ് നിലവിലിപ്പോൾ ഡിഗ്രി നമ്മുടെ കയ്യിൽ 14 ചോദ്യ പേപ്പറായി. സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി എടുക്കുമ്പോൾ 14 ചോദ്യ പേപ്പറായി. അപ്പോൾ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നിന്ന് ഈ അതായത് മുമ്പ് ആകെ ഒരു ചോദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒറ്റ ചോദ്യമേ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന് ചോദിച്ചിട്ടുള്ളൂ. 2026 ഒരു ചോദ്യം കൂടി ചോദിച്ചു സ്റ്റേജ് 1. അപ്പൊ മൊത്തം 2 ചോദ്യമേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യം ഡയറക്ട്ലി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ജനറലി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഡീസെൻട്രലൈസേഷൻ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അതെല്ലാം നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് ആ ചോദ്യം കൂടി ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്, സെഷനിലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇതിന്റെ നമ്മൾ എന്ത് ഒരു പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കീംസ് തുടങ്ങുമ്പോഴും അതിന്റെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം എപ്പോഴും. നമുക്ക് മെയിൻസിൽ ഗവൺമെന്റ് സ്കീംസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ സിവിക്സിലും ഇമ്പോർട്ടന്റ് ആണ്. അത് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്, നാഷണൽ ലെവൽ ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്. പക്ഷെ ഏതൊരു ഗവൺമെന്റ് സ്കീംസ് ആണെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല ഗവൺമെന്റ് സ്കീമുകളും ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ, രാജ്യം നേരിടുന്ന സോഷ്യലിയോ അല്ലെങ്കിൽ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദി എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മുടെ നാട്ടിൽ. ആ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഒരു പെർട്ടിക്കുലർ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കോസ് അറിഞ്ഞിട്ട് വേണം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും ബെനിഫിഷ്യറീസ് ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ട്. അതെല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് വരുന്നതിന് മുന്നോടിയായിട്ട് മഹാരാഷ്ട്രയിൽ, ഇത് ഡിഗ്രി PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇതൊരു ഹിസ്റ്ററിയാണ്. ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഇന്ത്യയിലെ അതേപോലെ സിമിലർ ആയിട്ടുള്ള ആക്ട് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 2005 നിലവിൽ വന്ന നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്ത വേറൊരു സ്കീമോ ആക്ടോ ഏതാണ് എന്ന് വെച്ചിട്ട് PSC ഒരു ചോദ്യം ചോദിച്ചു. അതിന്റെ ഉത്തരം ഇതാണ്, മഹാരാഷ്ട്ര എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഇയർ ഓർത്തു വെക്കണം, 1977, ലോങ് ബാക്ക്. അപ്പോൾ അന്ന് മഹാരാഷ്ട്രയിൽ ഈ സ്കീം കൊണ്ടുവരാനുള്ള കാരണം അതിന് മുമ്പ് ആ സ്കീം ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് മഹാരാഷ്ട്ര ഫേസ് ചെയ്ത ഡിവാസ്റ്റേറ്റിംഗ് ഡ്രോട്ടാണ്. മഹാരാഷ്ട്ര 1970 മുതൽ ആ 73 കാലഘട്ടത്തിൽ ഒരു സിവിയർ ഡ്രോട്ട് ഫേസ് ചെയ്തു. അപ്പൊ നമുക്കറിയാം വരൾച്ച. അപ്പൊ അതിൽ നിന്നിട്ട് ആ ഡ്രോട്ടിൽ നിന്ന് എന്ത് സംഭവിച്ചു, ഒരുപാട് പേർക്ക് പോവർട്ടി, ഒരുപാട് ലൈഫിനെ അത് ബാധിച്ചു. അപ്പൊ പോവർട്ടി ലെവൽ ഇൻക്രീസ് ആയി. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ മഹാരാഷ്ട്ര ഗവൺമെന്റ് അതിന്റെ ഒരു സൊല്യൂഷനായിട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് മഹാരാഷ്ട്ര എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്.
അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ മാസ്റ്റ് സ്റ്റാർവേഷനെ മൈഗ്രേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്ര ഗവൺമെന്റ് ഒരുപാട് ഗവൺമെന്റ് പ്രോഗ്രാംസ്, വർക്ക് റിലേറ്റഡ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ആദ്യമായിട്ടൊരു ഷിഫ്റ്റ് ഉണ്ടായി. സാധാരണ ഗവൺമെന്റ് സ്കീംസ് എന്നൊക്കെ പറഞ്ഞ എന്താ, ഒരു റിലീഫ് മെഷർ പോലെയാണ്. ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം പോലെ എന്തെങ്കിലും കൊടുക്കുക. നമുക്കറിയാം, ഇപ്പൊ ഫ്ലഡ്സ് വന്നപ്പോൾ, നമ്മുടെ കേരള ഫ്ലഡ്സ് വന്നപ്പോൾ ആ ഫ്ലഡ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ റിലീഫ് മെഷേഴ്സ് ചെയ്തു. പക്ഷെ ഇവിടെ മഹാരാഷ്ട്ര അന്ന് ചെയ്തത് റിലീഫ് മാത്രമായിരുന്നില്ല. റിലീഫിനെ കാട്ടി ഉപരി അത് ജനങ്ങളുടെ അവകാശമായി മാറി. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റിലീഫിൽ നിന്ന് റൈറ്റ് ആയി മാറി. അപ്പോൾ ജനങ്ങൾക്ക് വർക്ക് കൊടുക്കുക, റൈറ്റ് ടു വർക്ക് എന്ന ഒരു കൺസെപ്റ്റ്, റൈറ്റ് ടു വർക്ക് എന്ന കൺസെപ്റ്റ് എന്തായി അതിൽ നിർബന്ധമായിട്ടും കൊടുക്കാൻ, അതിൽ അവകാശമായി മാറി അത് ഈ ആക്ടിലൂടെ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഒരു താൽക്കാലിക ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ അല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന പോവർട്ടിയുടെ പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ വർക്കിന്റെ പ്രോബ്ലം ആയിട്ട് അഡ്രസ് ചെയ്യുന്ന രീതിയിൽ അവർ ആക്ട് കൊണ്ടുവന്നു. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ആക്ടിന്റെ ചില ഫീച്ചേഴ്സ് നമുക്ക് NREGയിൽ കാണാൻ പറ്റും. എന്താണ് ആ ആക്ടിൽ കൊണ്ടുവന്ന ഫീച്ചർ? എന്താണ്? മാനുവൽ ലേബർ, ലീഗൽ റൈറ്റ്, അഡൽട്സ് ഇൻ റൂറൽ ഏരിയ. അഡൽട്സ് എന്ന് പറയുമ്പോൾ ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. അഡൽട്സ് എന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ, 18 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമേ ഈ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിൽ ചോദിച്ചിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. 16 വയസ്സുള്ളവർക്ക് പറ്റുമോ? ഇല്ല. 18 വയസ്സിന് മേലുള്ളവർക്കാണ് ഈ സ്കീം. അപ്പൊ ഈ മാനുവൽ ലേബർ ചെയ്യാൻ താല്പര്യമുള്ള റൂറൽ ഏരിയാസിലുള്ള എല്ലാ അഡൽട്സിനും, വർക്കിംഗ് അഡൽട്സിനും എന്താണ് ഈ സ്കീമിൽ ലോഞ്ച് ചെയ്യാം. അത് റൈറ്റ് ആയിട്ട് കൊടുത്തു. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റൈറ്റ് മാത്രമല്ല, ഇനി സ്റ്റേറ്റ് മീൻസ് ഒരാൾ വന്നിട്ട് എനിക്ക് ജോലി വേണമെന്ന് സ്റ്റേറ്റിനോട് അഭ്യർത്ഥിച്ചു, അതൊരു ഗവൺമെന്റ് ഫംഗ്ഷനിനോട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് സ്റ്റേറ്റ് 15 ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് ആ ജോലി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൊടുക്കാനുള്ള പ്രൊവിഷനും ആഡ് ചെയ്തു. ഇത് നമ്മുടെ NREGയിൽ ഉണ്ട്. അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൊടുക്കാനുള്ള പ്രൊവിഷൻ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിലുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ലോങ് ബാക്ക് 1977 ഈ ഒരു പ്രൊവിഷൻ മഹാരാഷ്ട്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റൈറ്റ് ടു വർക്ക് റൈറ്റ് ആയിട്ടും ആ വർക്ക് സമയത്തിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ ആയിട്ട് അൺഎംപ്ലോയ്മെന്റ് അലവൻസും കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന സ്റ്റേറ്റ് ആണ് ഇത് മഹാരാഷ്ട്ര. അവരുടെ ആക്ടിന്റെ പേരാണ് മഹാരാഷ്ട്ര എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് PSC ചോദ്യം ചോദിച്ചു. ഇനി അതിനുശേഷം നമുക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്, ഈ സ്റ്റേജ് 1 അനാലിസിസിൽ പറഞ്ഞതാണ്, ഈ PSCന്റെ ഒരു പുതിയൊരു ട്രെൻഡാണ് ഇതുവരെയും ചോദിക്കാത്ത ഏരിയകളിൽ നിന്ന്, സിലബസിൽ നിന്ന് ഇതുവരെ ചോദിക്കാത്ത സിലബസിന്റെ പാർട്ട്. നമുക്ക് പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ ഹിസ്റ്ററിയിലൊക്കെ കാര്യമായിട്ട് അവഗണിച്ചു വിടുന്ന കുറച്ച് ഏരിയാസ് ഒക്കെ ഉണ്ട്. അതിലൊരു ഏരിയ ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസിനെ ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ്. അത് പക്ഷേ നിങ്ങൾക്ക് മെയിൻസിന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻസിൽ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ സിലബസ് വന്നാലും വന്നില്ലെങ്കിലും 1947 ശേഷം നിങ്ങൾക്ക് പ്ലാനിങ് പഠിക്കുന്നുണ്ട്. 5 ഇയർ പ്ലാനിലുണ്ട്. 5 ഇയർ പ്ലാൻ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാണ്, നമുക്കറിയാം എക്കണോമിക് റിഫോംസ് ഒക്കെ അതിന്റെ ഭാഗമാണ് 1991. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആ ടൈം പീരിയഡും ഓരോ ഗവൺമെന്റും, അതായത് നെഹ്റുവിയൻ പീരിയഡ്, പിന്നെ അതിനുശേഷം വന്ന മൊറാർജി ദേശായിന്റെ പീരിയഡ്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പീരിയഡ്, രാജീവ് ഗാന്ധി, നരസിംഹറാവു, വാജ്പേയിന്റെ കാലഘട്ടം, അതേപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഇപ്പോഴത്തെ NDA ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ പ്രൈം മിനിസ്റ്ററിലുള്ള. അപ്പൊ ഇന്ത്യയുടെ ഈ ഓരോ കാലഘട്ടത്തിലും ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങൾ അതാത് ഗവൺമെന്റ് എങ്ങനെയാണ് പരിഹരിച്ചതെന്നുള്ളത് നമ്മുടെ ആ കാലഘട്ടത്തിലെ ഗവൺമെന്റ് സ്കീം പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഓരോ സ്കീമും ലോഞ്ച് ചെയ്യണ കാലഘട്ടത്തിൽ ആരായിരുന്നു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ആരാണ് ആ സ്കീമിനെ ലോഞ്ച് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുത്തത്, അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ മഹാരാഷ്ട്രയിൽ ഇത് ലോഞ്ച് ചെയ്തതിനു ശേഷം, അപ്പൊ ഇതൊരു സ്റ്റേറ്റ് ലെവൽ റൈറ്റ് ആയിരുന്നു. അതായത് റൈറ്റ് ടു വർക്ക് എന്നുള്ള ഒരു ലീഗൽ റൈറ്റ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര.
അപ്പൊ ഇവിടെ ഇത് പറയുമ്പോൾ, അതായത് റൈറ്റ് ടു വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് ഇത്? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ കേൾക്കുമ്പോൾ സ്റ്റേജ് 1 എക്സാം എഴുതിയ പല കുട്ടികൾക്കും സങ്കടം ഉണ്ടാവും. കാരണം അവർ പഠിച്ചതിൽ നിന്ന് ഒന്നും വന്നില്ല എന്നുള്ളത്. നിങ്ങൾ സങ്കടപ്പെടേണ്ട. കാരണം എന്താണ്? പ്രിലിംസിന് വന്നില്ലെങ്കിലും ആ പഠിച്ച അറിവ് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അത് നിങ്ങൾക്ക് തീർച്ചയായും മെയിൻസിന് ഉപകാരപ്പെടും. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേജ് 1 ചോദിച്ചില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ സ്റ്റേജ് 2 സ്റ്റേജ് 3 പഠിക്കാതെ എടുക്കരുത്. നല്ല ചാൻസ് ഉണ്ട് ഈ പ്രാവശ്യം കോൺസ്റ്റിറ്റ്യൂഷന് ചോദ്യം ഉണ്ടാവും. അത് അധികമാകാനും ചിലപ്പോൾ സാധ്യത ഉണ്ട്. അപ്പൊ എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷന് സ്റ്റേജ് 2 സ്റ്റേജ് 3 ചോദ്യം ഉണ്ടാവും. അതേപോലെ തന്നെ മെയിൻസിനും ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. അപ്പൊ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, PSC ഒരു ഫേവറേറ്റ് ഏരിയ ആണ് എന്ത്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്താ DPSP എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് DP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഡയറക്റ്റ് ചെയ്യാണ് എന്തോ പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റിനെ. അപ്പൊ SP എന്ന് വെച്ചാൽ സ്റ്റേറ്റ് പോളിസി. അപ്പൊ സ്റ്റേറ്റിനെ, അതായത് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അത് യൂണിയൻ ഗവൺമെന്റും പെടും, സ്റ്റേറ്റ് ഗവൺമെന്റും പെടും, ലോക്കൽ ഗവൺമെന്റ് പെടും, എല്ലാ ഗവൺമെന്റ് റിലേറ്റഡ് ബോഡീസിനും വേണ്ടിയുള്ള ഒരു നിർദ്ദേശങ്ങളാണ്, ഡയറക്റ്റീവ്സ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ഡയറക്റ്റീവ്സ് ആണ് എന്ത്? DPSP എന്ന് പറയുന്നത്. അപ്പൊ അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ എൻഫോഴ്സബിൾ അല്ല. എങ്കിൽ കൂടിയും ഒരു രാജ്യത്തിന്റെ ഗവേണൻസിന് ഫണ്ടമെന്റൽ ഗവേണൻസിന് സഹായിക്കുന്ന ഒരു പാർട്ടാണ് DPSP. അപ്പൊ രണ്ട് DPSPന്റെ പ്രൊവിഷൻസ്, രണ്ട് ആർട്ടിക്കിൾസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആയിട്ട് ലിങ്ക്ഡ് ആണ്. അതിലൊന്നാണെന്ത്? ആർട്ടിക്കിൾ 41 എന്ന് പറയുന്നത്. എന്താ ആർട്ടിക്കിൾ 41? റൈറ്റ് ടു വർക്ക്. അപ്പൊ റൈറ്റ് ടു വർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എവിടെ? ആർട്ടിക്കിൾ 41 എവിടെ? DPSP. പക്ഷെ DPSP അപ്പൊ അത് എന്താണ്? അപ്പൊ സ്റ്റേറ്റിനോട് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ തന്നെ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താണ്? കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതാണ് അവിടെ DPSPന്റെ പ്രത്യേകത. നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അർഹതപ്പെട്ടവർക്ക് എന്ത് ചെയ്യാം, വർക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 41. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് DPSPയിൽ പഠിക്കുകയും ചെയ്യാം, ഇന്റർ റിലേറ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. വേറൊരു ഇതുണ്ട്, അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. വേറൊരു ആർട്ടിക്കിൾ കൂടിയുണ്ട്, അത് ഈക്വൽ അതായത് സാലറിയിൽ പാരിറ്റി ഉണ്ടാവുക, അതായത് ഈക്വൽ പേ. അപ്പോൾ സെയിം ജോലി ചെയ്യുമ്പോൾ ഫോർ സെയിം ജോബ് മെന്നിനും വുമനും ഒരേപോലെ ഈക്വൽ പേ കൊടുക്കണമെന്നും ആര് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്? DPSP ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതും നടപ്പിലാക്കുന്നുണ്ട് ഈ NREG ആക്ടിൽ. അതും NREG ആക്ടിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, DPSPന്റെ പ്രൊവിഷൻസ് ഈ ആക്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതും വേണമെങ്കിൽ ചോദിക്കാം. NREG ഏത് DPSP ആർട്ടിക്കിൾ ആയിട്ടാണ് ലിങ്ക്ഡ് ആയിട്ടുള്ളത്? റൈറ്റ് ടു വർക്കും ഈക്വൽ പേയും ഫോർ മെൻ ആൻഡ് വുമൻ. ഓക്കെ. അപ്പോൾ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞിട്ട് പിന്നെ നരസിംഹറാവു ഗവൺമെന്റ്, ആ കാലഘട്ടം ഒന്ന്, നരസിംഹറാവുവിന്റെ കാലഘട്ടം നിങ്ങൾ ഓർത്തു വെക്കണം. 1991 ഇയർ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. നമ്മൾ എക്കണോമിക് റിഫോംസ് തുടങ്ങുന്ന കാലഘട്ടമാണ്. ഓക്കെ. അപ്പൊ 1991 അഞ്ച് വർഷം ആഡ് ചെയ്യാം, 1996 ഇയർ. ഇതാണ് നരസിംഹറാവു ഗവൺമെന്റ് കാലഘട്ടത്തിൽ. അപ്പോൾ ഈ സമയത്ത് ഈ ടൈം പീരീഡിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു റൈറ്റ് ടു വർക്ക് എന്നൊരു ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. പിന്നീട് 2005 അപ്പൊ നമുക്കറിയാം അതേപോലെ തന്നെ. അപ്പൊ 96 കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് കാലത്തിൽ ഒരു 99 വരെയും, 96 മുതൽ 99 വരെയും, 1996 മുതൽ 99 വരെയും ഇന്ത്യയിലെ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം എക്സ്ട്രാ ലോക്സഭ ഇലക്ഷൻ നടത്തേണ്ടി വന്നു. ഫൈനലി ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടാകുന്നത് 1999 അപ്പൊ ആ 1999 മുതൽ 2004 വരെ വാജ്പേയിയുടെ കാലഘട്ടമായിരുന്നു. 2004 മുതൽ 2014 വരെ, 2004 to
2014 UPA ഗവൺമെന്റ്, മൻമോഹൻ സിംഗ് നയിക്കുന്ന UPA ഗവൺമെന്റിന്റെ കാലഘട്ടവും 2014 മുതൽ പ്രസന്റ് ഇപ്പോൾ വരെ, എന്തായാലും 2029 വരെയും NDA ഗവൺമെന്റ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നയിക്കുന്ന NDA ഗവൺമെന്റ് ആണ് നിലവിലുള്ളത്. അപ്പൊ ഇവിടേക്ക് ഒരുപാട് സ്കീം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം NREG ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ് പ്രൈം മിനിസ്റ്റർ അന്ന്? മൻമോഹൻ സിംഗ് ആണ് 2005. അതേപോലെ തന്നെ ഈ NREG ആക്ട് റീപ്ലേസ് ചെയ്യുന്ന ആരാണ്? 2025. എന്നിട്ട് പുതിയൊരു ആക്ട് കൊണ്ടുവരുന്നത് എന്താണ്? നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ്. അപ്പൊ ആ ഒരു പുതിയ ആക്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇത് ഈ ഒരു സ്കീമിന് മാത്രമല്ല, നമുക്ക് പോളിറ്റിയിലാണെങ്കിലും സിവിക്സിലാണെങ്കിലും മറ്റ് ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിലാണെങ്കിലും പല ഗവൺമെന്റ് സ്കീംസിലെല്ലാം ഈ ഒരു കാലഘട്ടം ഓരോ മിനിസ്ട്രിയും അവരുടെ ഗവൺമെന്റിന്റെ മേജർ ഇനീഷ്യേറ്റീവ്സും നമ്മൾ പഠിക്കാൻ നേരത്ത് അതിന്റെ പേർപ്പസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്കീം കൊണ്ടുവന്നതെന്നുള്ളതും ആരാണ് അതിന്റെ മുൻകൈ എടുത്തതെന്നുള്ളതും അറിയാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കണക്ഷൻ തന്നതാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ രണ്ട് ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം നോക്കണേ, ഏത് വർഷമാണിത് ചോദിച്ചത്? ഈ അടുത്ത് നടന്ന ഒരു PSCയിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കോഡ് ഞാൻ ഇട്ടിട്ടുണ്ട് 06025. ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. The formation of which act is referred to as providing the initial inspiration? The word കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേജ് 1ന്റെ അനാലിസിസിൽ ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സമയം, പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സമയം നിങ്ങൾ കണ്ടെത്തണം. സമയം കണ്ടെത്താൻ നിങ്ങൾ രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഏറ്റവും കുറഞ്ഞ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാം. രണ്ട്, എന്ത് ചെയ്യാം, മാക്സിമം ചോദ്യങ്ങൾ സോൾവ് ചെയ്തിട്ട് PYQ അതേപോലെ തന്നെ നല്ല മോഡൽ ക്വസ്റ്റ്യൻസും ടെസ്റ്റ് സീരീസിലൂടെ എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്പീഡ് ഉണ്ടാവും. ഒരു ടെസ്റ്റും പ്രാക്ടീസ് ചെയ്യാണ്ട് ഡയറക്റ്റ്ലി എക്സാം ഹോളിലോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ ഓരോ ലൈനും ഓരോ വേർഡ് ബൈ വേർഡ് വേണം നിങ്ങൾ വായിക്കാൻ. അപ്പൊ അതാണ് ഞാൻ ചിലത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഞാൻ ചില വേർഡുകൾ ബോൾഡ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതൊക്കെ കീവേഡാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. എന്താണ് ഇനീഷ്യൽ ഇൻസ്പിറേഷൻ? അപ്പൊ ഏത് ആക്ട് ആണ് ഇനീഷ്യൽ ഇൻസ്പയർ? ഗവൺമെന്റിന് എംപ്ലോയ്മെന്റ് ഒരു ലീഗൽ റൈറ്റ് എന്ന് വെച്ചാൽ എന്താ, അത് മീൻസ് ജനങ്ങൾക്ക് ചോദിച്ച് വാങ്ങിക്കാം. ബിക്കോസ് അത് ലീഗലി അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ലീഗലി കൊടുക്കാൻ രണ്ട് മാർഗമുണ്ട്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അതിനൊരു ലോ ഉണ്ടാവണം. അപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ റൈറ്റ് ടു വർക്ക്, ഒരു എംപ്ലോയ്മെന്റ് ഒരു ലീഗൽ റൈറ്റ് ആയി മാറിയത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 പാസ്സായതിനു ശേഷമാണ്. അപ്പോൾ ഈ ആക്ട്, അപ്പൊ ഇവിടെ ഡയറക്ട്ലി എവിടെ NREG ആണെന്ന് പറയുന്നില്ല, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് എംപ്ലോയ്മെന്റ് ഒരു ലീഗൽ റൈറ്റ് ആയി മാറിയത് DPSPയിൽ പറയുന്നെങ്കിലും അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾ ഇന്ത്യ ലെവലിൽ നടപ്പിലാക്കിയത് NREG ആക്ട് വെച്ചിട്ടാണ്. അപ്പൊ ഈ ആക്ടിനെ ഇൻസ്പയർ ചെയ്ത ഏത് ആക്ട് ആണെന്നാണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏത് ആക്ട് ആണത്? മഹാരാഷ്ട്ര എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. അവരവിടെ ഇയർ മെൻഷൻ ചെയ്തിട്ടില്ല. മെൻഷൻ ചെയ്ത് നിങ്ങൾ ഒരു ഗസ് വർക്കിൽ നടത്തിന് എന്താണ് അത് ഞാൻ പറഞ്ഞു, 1977 പാസ്സാക്കിയിട്ടുള്ള മഹാരാഷ്ട്ര എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. അത് മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ C മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് മറ്റ് ചോയ്സിനെ കുറിച്ചൊക്കെ. ഈ ആക്ട്, ഈ പബ്ലിക് വർക്ക് പ്രോഗ്രാം, ഇതെല്ലാം ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് സ്കീമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെഷനിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ C ആണ്. ഇനി വീണ്ടും 2022 ചോദിച്ച ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഫസ്റ്റ്ലി പ്രൊപ്പോസ്ഡ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്ത മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? അങ്ങനത്തെ ഒരു ആക്ട് പ്രൊപ്പോസ് ചെയ്തത് PV നരസിംഹറാവു ആണ്. മൻമോഹൻ സിംഗ് അല്ല, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ് അത് നടപ്പിലാക്കിയത്. പ്രൊപ്പോസ് ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. ഇത് രണ്ടും എന്താണ്, PSCന്റെ ചോദ്യമാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ ഇത് എന്താണ് ഈ ആക്ട്? അപ്പോൾ നമ്മളൊരു ആക്ട് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിൽ ഒരു ഗവൺമെന്റ് സ്കീം പഠിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണ്,
ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഞാൻ പറഞ്ഞു, എല്ലാ ഗവൺമെന്റ് സ്കീമിന്റെ പിന്നിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവരിക, നടപ്പിലാക്കാൻ പോവുക. അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. രണ്ടാമത് ഇതിന് പ്രചോദനമായ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇത് വേണമെന്ന് ആവശ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും വരിക, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ ആക്ട്, അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടായി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഓരോ പ്രൊവിഷനിലോട്ടും ഇതിൽ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞു, ഇത് ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫെയർ ആണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞതാണ്. എന്താണ്, ഡിസംബർ 2025 ഈ ആക്ട്. പക്ഷെ ഇത് ഇപ്പോഴും ശ്രദ്ധിക്കണം വെച്ചാൽ ഇത് ഇപ്പോഴും നിലവിലുണ്ട് കേട്ടോ. കാര്യം പുതിയ ആക്ട് നിലവിൽ വന്നിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റ് ഇത് റീപ്ലേസ് ചെയ്തു. ചില കോൺട്രവേഴ്സി കാരണം, ആ കോൺട്രവേഴ്സി എന്താണെന്നൊക്കെ ഞാൻ വരാം. ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ളി മാറിയിട്ടില്ല, പക്ഷെ ഇത് ന്യൂസിൽ വന്നു. എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു, എന്താണ്, ഈ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് മാറ്റി പുതിയൊരു ആക്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിൽ പല സിമിലർ പ്രൊവിഷൻസ് പുതിയ ആക്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ആക്ടിലെ ഓരോ പ്രൊവിഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് ഒറിജിനലി ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് 2005 അന്ന് മഹാത്മാഗാന്ധി എന്നുള്ള പേരുണ്ടായിരുന്നില്ല. അന്ന് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാധാരണ PSCക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താണ്, ഡേറ്റ് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സ്കീം ആണെങ്കിൽ ഡേറ്റ് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഇയർ നമുക്കറിയാം, ഓർത്തിരിക്കാൻ സുഖമാണ്. 2002 നടപ്പിലാക്കിയത്, ലോഞ്ച് ചെയ്തത്. 2002 എന്ന് വെച്ചാൽ 2 മാസം 2 തീയതി, 2 ഫെബ്രുവരി 2005. നടപ്പിലാക്കിയത്, അതായത് ആക്ട് പാസ്സാക്കിയത് 2005 ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയത് എപ്പോ മുതലാണ് ഇംപ്ലിമെന്റ് വെച്ചാൽ 2 ഫെബ്രുവരി 2006 മുതലാണ് കേട്ടോ. അതായത് 2005 ആക്ട് പാസ്സാക്കി നിലവിൽ വരുന്നത് പിറ്റത്തെ വർഷമാണ്. ഡേറ്റ് എന്താണ്, ഏത് വർഷമാണ് ഇത് ലോഞ്ച് ചെയ്തെന്നുള്ളത്. NREGA ലോഞ്ച് ചെയ്തത് 2 ഫെബ്രുവരി 2006. ആ ഡേറ്റ് ഓർത്ത് വെക്കുക കേട്ടോ, അത് ചോദിച്ചിട്ടുണ്ട് PSCക്ക്. ഓക്കെ, പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഒറിജിനലി എന്താണ്, ഇതിന്റെ പേരെന്തായിരുന്നു, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നായിരുന്നു. ഇതിന്റെ പേര് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നായിരുന്നു. പക്ഷെ 2009 ഇത് ഇയർ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2009 മഹാത്മാഗാന്ധി എന്ന പേര്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഓപ്പോസിഷൻ ഈ പുതിയ, ഞാൻ പറഞ്ഞില്ലേ, മഹാത്മാഗാന്ധി അപ്പൊ 2005 ആക്ട് പാസ്സായ മുതൽ 2009 വരെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നായിരുന്നു അതിനറിയപ്പെട്ടിരുന്നത്. 2009 UPA ഗവൺമെന്റ് അതിന്റെ പേര് മാറ്റി. എന്താക്കി മാറ്റി? ഈ ആദ്യം ഒറിജിനലി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നായിരുന്നു. അതിലോട്ട് എന്ത് ചെയ്തു, ഒരു MG ആഡ് ചെയ്തു. എന്താണ് MG? മഹാത്മാഗാന്ധിയുടെ പേര് ആഡ് ചെയ്തു. ഇത് തന്നെ ഒരു കോൺട്രവേഴ്സിയാണ്. കാര്യം എന്ന് വെച്ചാൽ പുതിയ ആക്ടിൽ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഇതിനെ റീപ്ലേസ് ചെയ്ത പുതിയ ആക്ടിന്റെ പേരെന്താന്ന് വെച്ചാൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് പറയുന്നത്. അപ്പൊ മഹാത്മാഗാന്ധിന്റെ പേര് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഗവൺമെന്റ് ഓപ്പോസിഷൻ അതിനെ വിമർശിച്ചു. അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ വർഷത്തെ ബഡ്ജറ്റിൽ 2026 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ മഹാത്മാഗാന്ധിന്റെ പേരിന് ഒരു പുതിയൊരു സ്കീം ലോഞ്ച് ചെയ്തു. അപ്പൊ അതൊക്കെ ആ സ്കീമൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ മഹാത്മാഗാന്ധി എന്നുള്ള പേര് ആഡ് ചെയ്തത് 2009 പിന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണ്? ആർട്ടിക്കിൾ 41 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക്, DPSP ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ്, ഈ ആക്ട് ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. സ്റ്റേറ്റിലാണ് അത് നടപ്പിലാക്കുന്നേ ഉള്ളൂ.
അപ്പൊ അതിന്റെ ഈ സ്കീമിന്റെ കുറിച്ചിട്ടുള്ള എല്ലാ ഈ സ്കീമിനെ അല്ലെങ്കിൽ ഈ ആക്ടിനെ ഡ്രൈവ് ചെയ്യുന്നത് മീൻസ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രി അറിഞ്ഞിരിക്കുക, എന്താണ്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് മിനിസ്ട്രി ഓഫ്, കാരണം ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ആ മിനിസ്ട്രീന്റെ ജോലി? റൂറൽ ഏരിയാസിനെ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഈ സ്കീമിന്റെ മഹാത്മാഗാന്ധി നാഷണൽ. അപ്പൊ ഈ ആക്ട് നടപ്പിലാക്കുന്ന സ്കീമിനെയാണ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കീം നല്ല രീതിയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രൽ മിനിസ്ട്രി ആണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ആക്ടിന്റെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? ഇനി ഇത് അടുത്ത ഇമ്പോർട്ടന്റ് ആയി ഏത് സ്കീം പഠിക്കുമ്പോഴും ആ സ്കീമിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്, കോർ ഒബ്ജക്റ്റീവ് എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ റൈറ്റ് ടു വർക്ക് എന്നുള്ളത് എന്തായി മാറി? റൈറ്റ് ടു വർക്ക് എന്ന DPSP ഒരു ലീഗൽ റൈറ്റ് ആയി മാറി. ഗവൺമെന്റ് ഒരു ലീഗൽ, അപ്പൊ അതെന്താണ്, എങ്ങനെയാണ് ലീഗലി ആയത്, എന്ത് പ്രൊവിഷൻസ് ആണ് ഈ ആക്ടിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആക്ട് പറയുന്നത് വെച്ചാൽ ഇറ്റ് മാൻഡേറ്റ്സ് എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് ഗവൺമെന്റ് നിർബന്ധിക്കുകയാണ്. എന്താണ്? എ പ്രൊവിഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 100 days. ഇമ്പോർട്ടന്റ് ആണ്, 100 ദിവസം. അറ്റ്ലീസ്റ്റ് 100 days ഓഫ് ഗ്യാരണ്ടീഡ്. അടുത്ത വേർഡാണ് ശ്രദ്ധിക്കേണ്ടത്, വേജ് എംപ്ലോയ്മെന്റ്. എന്ത് എംപ്ലോയ്മെന്റ് ആണ്? വേജ് എംപ്ലോയ്മെന്റ്, ദിവസക്കൂലി. മീൻസ് നിങ്ങൾ ചെയ്യുന്ന പണിക്ക് വേജിൽ തന്നെ അപ്പൊ തന്നെ കിട്ടണം. ഓക്കെ, വേറെ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന ചാപ്റ്ററിൽ. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ഈ പ്രാവശ്യം ഡിഗ്രി സ്റ്റേജ് 1 2 ചോദ്യമാണ് വന്നത്. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്നും ഉള്ള ടോപ്പിക്കിൽ ഒരു ചോദ്യം ഉണ്ടായി, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിൽ ഒരു ചോദ്യം ഉണ്ടായി സ്റ്റേജ് 1 ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ മിനിമം 100 ദിവസത്തെ ഗ്യാരണ്ടീഡ് വേജ് എംപ്ലോയ്മെന്റ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ എക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്ക് അറിയാം, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 April ആണ്. അറിയാത്തവർ ഒന്ന് നോട്ട് ചെയ്യുക. 1 April മുതലാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 April മുതൽ 31 March ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് 31 March ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഏറ്റവും ചുരുങ്ങിയത് 100 ദിവസത്തെ ഗ്യാരണ്ടീഡ് വേജ് എംപ്ലോയ്മെന്റ് കൊടുക്കണം. ആര് കൊടുക്കണം? സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിലുള്ളവരും അവർ ആ ജോലി ചോദിക്കുന്നില്ല. അപ്പൊ ഇവിടെ കണ്ടീഷൻ വീണ്ടും പറയുന്നുണ്ട്, ആർക്കൊക്കെ? ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ്. സാധാരണ നമുക്കറിയാം പല ഗവൺമെന്റ് സ്കീമിലും ഒരു ടാർഗറ്റഡ് ബെനിഫിഷ്യറി ഉണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സിന് വേണ്ടിയിട്ട് ആ കമ്മ്യൂണിറ്റിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് സ്കീം കൊണ്ടുവരാറുണ്ട്, വുമന് വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്, ചിൽഡ്രന് വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്, ഡിസേബിൾഡ് പീപ്പിളിന് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സ്കീംസ് നമ്മൾ. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇത് അങ്ങനെയൊന്നും നമ്മൾ പറയേണ്ടത് എല്ലാ റൂറൽ ടു എവറി റൂറൽ. അപ്പൊ ഇതും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ് എന്നാ പറയുന്നത്, എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിനും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൂറൽ മാത്രമേ ഉള്ളൂ. നമ്മളെ പേരിൽ തന്നെയുണ്ട് നാഷണൽ റൂറൽ എന്നാ പറയുന്നത്. നാഷണൽ എന്താ NREG എന്ന് പറയുന്നത്? എന്താണ്? റൂറൽ ഏരിയ. നമ്മളിപ്പോ ഈ സ്കീം റൂറൽ ഏരിയാസിൽ മാത്രമേ നടപ്പിലാക്കുന്നുള്ളൂ, അർബൻ ഏരിയസിൽ നടപ്പിലാക്കുന്നില്ല. അപ്പോ എല്ലാ പിന്നെ ഇവിടെ പറയുന്ന വേർഡ് ഇൻഡിവിജ്വൽ എന്നല്ല, ഹൗസ് ഹോൾഡ് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിലോട്ടുമാണ് 100 ദിവസത്തെ ജോലി കൊടുക്കുന്നത്, ഗ്യാരണ്ടി ചെയ്യുന്നത്. അല്ലാണ്ട് ഓരോ വീട്ടിൽ ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും അല്ല കൊടുക്കുന്നത്. ഒരു വീട്ടിലേക്ക് 100 ദിവസത്തെ ജോലിയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. അത് ആർക്കാണ്? അഡൽട്ട് മെമ്പേഴ്സിന്. കുട്ടികൾക്കില്ല. 18 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് എന്ത് കൊടുക്കില്ല? ജോലി കൊടുക്കില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ആ വർക്ക് തരുള്ളൂ. പിന്നെ അവർ തന്നെ വന്ന് ചോദിക്കണം. ഗവൺമെന്റ് വീട്ടിൽ വന്നിട്ട് ജോലി തരൂല. നിങ്ങൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യണം? ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യണം, നമ്മുടെ പഞ്ചായത്തിൽ പോയി അപ്രോച്ച് ചെയ്യണം. എന്താണ് പിന്നെയും പറയുന്നത്? അടുത്ത കീവേഡാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡാണ് അൺസ്കിൽഡ്, മാനുവൽ വർക്ക്. അപ്പൊ സ്കിൽഡ് വർക്ക് അല്ല, അൺസ്കിൽഡ് മാനുവൽ വർക്ക് ചെയ്യാൻ ഒരു റൂറൽ ഹൗസ് ഹോൾഡിൽ അഡൽട്ട് തയ്യാറാണെങ്കിൽ അതിൽ ഗവൺമെന്റിന്റെ റെസ്പെക്റ്റീവ്
അതോറിറ്റീസിനെ പോയി അപ്രോച്ച് ചെയ്താൽ 100 ദിവസത്തെ വേജ് എംപ്ലോയ്മെന്റ് നിർബന്ധമായിട്ടും ആ വീട്ടിലുള്ളവർക്ക് കൊടുത്തിരിക്കണം എന്നാണ് ഈ ആക്ട് പറയുന്നത്. ഇതിൽ നിന്നിട്ട് ഒരുപാട്, അപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ്, ഇവിടെ ഹൗസ് ഹോൾഡ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇൻഡിവിജ്വൽ എന്നുള്ള വേർഡ് ഈ ആക്ടിൽ യൂസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഈ 100 ദിവസത്തെ ഈ ജോലി ആ വീട്ടിലുള്ള പലർക്കുമായിട്ട് ഷെയർ ചെയ്ത് ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കംപ്ലീറ്റ് ചെയ്യാം. ഒരാൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. മീൻസ് ആ വീട്ടിലുള്ളവർക്ക് മാത്രമാണ്, ആ വീട്ടിലുള്ളവർക്ക് മൊത്തമായിട്ട് 100 ദിവസം. അല്ലാണ്ട് ഇപ്പൊ ഒരാൾക്ക് ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 3 അഡൽട്ട് ഉണ്ടെങ്കിൽ 3 പേർക്ക് 100 100 100 വെച്ചിട്ട് 300 ദിവസമല്ല. ആ 3 പേർക്ക് വേണമെങ്കിൽ ഒരാൾക്ക് 40 ദിവസം പണിയെടുക്കാം, മറ്റേ ആൾക്ക് 30 ദിവസം പണിയെടുക്കാം, മറ്റേ ആൾക്ക് 30 ദിവസം പണിയെടുക്കാം, അങ്ങനെ മൊത്തം 100. അത് അറിഞ്ഞിരിക്കണേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 100 ഡേയ്സ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹൗസ് ഹോൾഡിനാണ്, ഇൻഡിവിജ്വലിനല്ല. അപ്പൊ മൾട്ടിപ്പിൾ അഡൽട്ട് മെമ്പേഴ്സിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. ബട്ട് ഇറ്റ് കനോട്ട് എക്സീഡ് 100 ഡേയ്സ്. ഇത് ഈ ഒരു പ്രൊവിഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങളുടെ ഒരു റിയാക്ഷൻ അറിയണം. എന്താണ് ഈ ചോദ്യം? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കിയേ. ഈ ചോദ്യം എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത്, 2 ചോദ്യം ഉണ്ട്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചോദ്യം ആൻസർ ചെയ്യാം. എല്ലാവരും ആദ്യത്തെ ചോദ്യം ഒന്ന് ആൻസർ ചെയ്തേ. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ വായിച്ചോളൂ. ഹൂ എമംഗ് എന്ന് ആൻസർ ചെയ്യാൻ നോക്കിയേ. ഹൂ among the following are eligible to benefit from മഹാത്മാ ഗാന്ധി 2024 PSC ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും എ പറയുന്നുണ്ട്. ആൻസർ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, കീവേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. എന്താണ്? അഡൽട്ട് മെമ്പേഴ്സ് ഓഫ് എ ആണ് ആൻസർ. ഓക്കെ, പോവർട്ടി ലൈനിനോട് എടുത്ത് പറയുന്നില്ല, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിന്നും എടുത്ത് പറയുന്നില്ല. ഇത് ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എ തന്നെയാണ് ആൻസർ.